കേരളത്തിൽ ഇപ്പോഴത്തെ സീസൺ ഫിലിം ഇൻഡസ്ട്രിയുടെ പിന്നാമ്പറ കഥകളാണല്ലോ. കാരണം ഇന്ന് എല്ലാ ദിവസവും ആൾക്കാർ ചാനലിലൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ കേൾക്കാൻ വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയ്ക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ ശതമാനം ആൾക്കാർ ചെയ്തിട്ടുണ്ടാകാവുന്ന തെറ്റിന് അതിനുവേണ്ടി ആ ഇൻഡസ്ട്രി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തുമാത്രം ആയിരക്കണക്കിന് ആൾക്കാരുടെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയെ ഇതുപോലെ ആരോ ഒക്കെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അത് കൃത്യമായിട്ട് തെളിവുകളുണ്ടെങ്കിൽ കേസെടുത്ത് അതിന് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതിന് പകരം ആ ഇൻഡസ്ട്രി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരും വൃത്തികെട്ടവന്മാരാണ്, അല്ലെങ്കിൽ വൃത്തികെട്ട ആൾക്കാരാണ് ഈ ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്യുന്നതെന്നുള്ളൊരു ഇതുണ്ടാക്കുന്നത് ആ ഇൻഡസ്ട്രിക്ക് എന്തുമാത്രം ഡാമേജിങ്ങാണ്. എത്രയോ ആൾക്കാർ ഇനി ഈ ഇൻഡസ്ട്രിയിൽ വളർന്നു വരുന്നവരുണ്ട്, വരാൻ ആഗ്രഹിച്ചിരുന്നവരുണ്ട്. എത്രയോ ആൾക്കാരുടെ പ്രതീക്ഷകൾ തകർക്കുന്നൊരു കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക. കാരണം ചെറിയൊരു ശതമാനം ആൾക്കാർ ആരൊക്കെയോ എവിടെയാണ് ഇല്ലാത്ത ഏത് ഇൻഡസ്ട്രിയിലാണ് ഉള്ളത്. കാരണം ഓരോ ഇൻഡസ്ട്രി വൈസാണ് എടുത്ത് നോക്കുന്നതെങ്കിൽ പല ഇൻഡസ്ട്രികളിലും ഉണ്ടാവും. ഒരുപക്ഷെ ഫിലിം ഇൻഡസ്ട്രിയിൽ അവസരങ്ങൾ കൂടുതലുണ്ടാവാം. കാരണം കൂടുതൽ അടുത്ത് ഇടപഴകുന്നതുകൊണ്ട് കൂടുതലുണ്ടാകാം എന്നല്ലാതെ അതിനെ ഈ രീതിയിലല്ല ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. അതിന് ഗവൺമെൻറ് വളരെ അവധാനതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ബാക്കി എല്ലാ ഇൻഡസ്ട്രിയിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ. എത്രയോ ആൾക്കാർ എല്ലാ തൊഴിൽ മേഖലകളും സ്ത്രീകൾക്ക് വളരെ ഗുരുതരമായ ഇതുപോലത്തെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന വിഷയമാണ്. ഈ ഇൻഡസ്ട്രി മാത്രം ഒരുപക്ഷെ അതിന് കൂടുതൽ ആൾക്കാർ വ്യൂവേഴ്സ് ഉള്ളതുകൊണ്ടായിരിക്കാം ഇത്രമാത്രം പ്രാധാന്യം ഇതിന് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അങ്ങനെയുള്ളവരുടെ പേരിൽ കേസെടുക്കുക. പക്ഷേ ബാക്കിയുള്ള നിരപരാധിയായിട്ടുള്ള ആൾക്കാർ വളരെ ചെറിയൊരു ശതമാനം ചെയ്യുന്നെന്ന് പറയുന്ന കുറ്റത്തിന് ബാക്കി നിരപരാധികളായ ആൾക്കാർ ആ ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് എത്രമാത്രം നിരാശാജനകമായിട്ടുള്ള കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ ഒരു ആൾക്കാർ തമ്മിൽ ചെളിവാരി എറിയാനും മുൻവൈരാഗ്യം തീർക്കാനുള്ളൊരു വേദിയായിട്ട് മാറുന്നുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. അപ്പോൾ ഇതൊക്കെ ആൾക്കാർ ഒന്നിച്ചുകൂടി പ്രവർത്തിക്കുന്നിടത്ത് എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ടാവും. ഒരു തെരുവിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എവിടെ പോയി നിൽക്കും എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. കാരണം ഇന്ന് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ എന്നും ഏത് സ്റ്റേറ്റിലും എവിടെ ചെന്ന് കഴിഞ്ഞാലും അത്രമാത്രം ആൾക്കാർ ഭാഷ അറിയാമല്ലാത്ത ആൾക്കാർ പോലും ഇവരുടെയൊക്കെ സിനിമകൾ കാണുന്നതാണ്. പക്ഷേ ഇതിനൊക്കെ ഈ ഒരു ലെവലിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്ത ആൾക്കാരുടെ പേര് നടപടിയെടുക്കുക, കേസെടുക്കുക, ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതല്ലാതെ ആ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള നിരപരാധികൾ എന്ത് പഴിച്ചു അതിനെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് കാണണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻഡസ്ട്രിക്കും വളരെ ഗുരുതരമായ നഷ്ടം ഈ ഇൻഡസ്ട്രിക്കും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, താങ്ക് യു.